സമാപനം അമ്മയുടെ കൈകൾ കൊണ്ട് വേണം നടത്തുവാൻ. അതിരുദ്രമെന്ന, ഞാൻ സമയം അധികരിച്ചുവോ എന്നെനിക്ക് സംശയമുണ്ട്. അതിരുദ്രമെന്ന ഈ മഹായജ്ഞം വാസ്തവത്തിൽ ഈ നാടിൻ്റെ സുഹൃതഫലമാണ് എന്ന് പറയാതെ വയ്യ. സമ്മേളനങ്ങളും പരിപാടികളും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോട്ടും. പക്ഷേ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇവയൊക്കെ താൽക്കാലികമായ ചില സന്തോഷങ്ങൾ മാത്രം തന്ന് പിൻവാങ്ങുന്നവയാണെങ്കിൽ ആത്യന്തികമായി നമുക്ക് വിജയം നൽകാൻ വേണ്ടിയാണ് ഇത്തരം യജ്ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ട് ഗണപതി ഹോമം അല്ലെങ്കിൽ മറ്റൊരു ഹോമം ഇന്നത്തെ കാലത്ത് പ്രസക്തമാണ് എന്നതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ മുഴുവൻ അവസ്ഥകളുടെയും ശുദ്ധീകരണമാണ് നാം ഉദ്ദേശിക്കുന്നത്. 2007 എറണാകുളത്ത് വെച്ച് ഒരു വിശ്വമഹാഗണപതി യജ്ഞം നടന്നു. എറണാകുളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം കൊതുകുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. എറണാകുളത്ത് പോയി കൊതുക് കടി കിട്ടാതെ ആരും തിരിച്ചു വരാറില്ല. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ അതിനുശേഷം ചിക്കൻ ഗുനിയ, ഒരുപക്ഷെ ഉത്തര കേരളത്തിലും അത് കുറേയധികം വന്നിട്ടുണ്ടാവും, വ്യാപിച്ച അവസരത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രം ചിക്കൻ ഗുനിയ കാര്യമായിട്ട് ഉപദ്രവം ചെയ്തില്ല. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ഹിന്ദു ദിനപത്രം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. വിശ്വമഹാഗണപതി യജ്ഞത്തിൻ്റെ ഹോമധൂമങ്ങൾ ഈ കൊതുകിനെ അമർച്ച ചെയ്യുന്നതിൽ വിജയിച്ചു എന്നതായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ സാരം. കാരണം പ്രകൃതിയിൽ നിന്നുള്ള ഔഷധങ്ങളാണ് ഹൈന്ദവ ധർമാചരണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ മുഴുവൻ. നാളികേരം എന്നല്ല, നാളികേരത്തിൻ്റെ ചിരട്ടയും തൊണ്ടും പോലും ഔഷധമൂല്യമുള്ള വസ്തുക്കളാണ്. ഇവയ്ക്ക് അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള മലിന വസ്തുക്കളെ, വിഷവസ്തുക്കളെ, ടോക്സിക് മാറ്ററിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്നു. കറുകയും മുക്കുറ്റിയും ഒക്കെ ഹോമിക്കുമ്പോൾ ഇവയുടെ ഔഷധമൂല്യം ബാഹ്യാന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു. ബാഹ്യാന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതിന് ആന്തരിക അന്തരീക്ഷത്തെ കൂടെ ശുദ്ധീകരിക്കാൻ കഴിയും എന്നതൊരു ശാസ്ത്ര സത്യമാണ്. മുൻപ് പറഞ്ഞ സ്പേസ് ടൈം കണ്ടിന്യൂവം പോലെ, ബോഡി മൈൻഡ് കണ്ടിന്യൂവം പോലെ പുറമേ ഉള്ളത് ശുദ്ധീകരിക്കപ്പെട്ടാൽ അകമേ ഉള്ളതും ശുദ്ധീകരിക്കപ്പെടും. പുറവും അകവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. എന്തെങ്കിലും ഒരു ടെൻഷനോ പേടിയോ പരിഭ്രാന്തിയോ ഉണ്ടായാൽ ആദ്യം നമ്മൾ പറയുന്നത് എനിക്ക് വിശപ്പില്ല, എനിക്ക് ഉണ്ണാൻ കഴിയുന്നില്ല, ചോറുണ്ണാൻ കഴിയുന്നില്ല, എനിക്ക് ആകെ തലവേദനയാവുന്നു, എനിക്ക് ടെൻഷൻ ആവുന്നതുകൊണ്ട് ചോറുണ്ണാൻ കഴിയുന്നില്ല. അപ്പോൾ പുറമേക്കും അകമേക്കും തമ്മിലുള്ളത് അത്ര ദൃഢമായ ഒരു ബന്ധം. ബാഹ്യമായ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ ആന്തരികാന്തരീക്ഷത്തെയും ശുദ്ധീകരിക്കും. അതിരുദ്രം ശുദ്ധീകരിക്കാൻ പോകുന്നത് ഈ ഒരു പ്രദേശത്തെ ഒട്ടാകെയാണ്. ഒരു പക്ഷേ ഒരു പുരുഷായുസ്സിൽ ഒരിക്കൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ അവസരമായിരിക്കും. ഇതിന് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ കഴിയണം. ഈ ശുദ്ധീകരണ പ്രക്രിയ കൊണ്ട് നമ്മുടെ ജീവിതം അതിനുശേഷം മറ്റൊന്നായി പുരോഗതി പ്രാപിച്ചിരിക്കണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ വിശ്വാസങ്ങൾ,